കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് TV-യിലേക്ക് നിസ്സീമമായ സ്വാഗതം. വിവാഹ തടസ്സം മാറുന്നതിന് ഗ്രഹനില പ്രകാരം ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്നതിനുള്ള വിവാഹ തടസ്സം മാറുന്നതിന് ഗ്രഹനില പരിശോധിച്ച് കവടി വെച്ച് നോക്കി ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട് ഇപ്പം ശനി, കേതു, രാഹു, ചൊവ്വ, ആദിത്യൻ ഇതൊക്കെ അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് ജാതകത്തിൽ വിവാഹയോഗമുണ്ട് എങ്കിൽ തന്നെയും വിവാഹത്തിന് തടസ്സം ഉണ്ടാകുന്നത്. ആ വിവാഹത്തിന് തടസ്സം ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ലൊരു വ്രതമാണ് തിങ്കളാഴ്ച വ്രതം. മംഗല്യ സിദ്ധിക്ക് വേണ്ടി തിങ്കളാഴ്ച വ്രതം എടുക്കുക. ആ വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞായറാഴ്ച മുതലേ വ്രതമായിരിക്കണം. ഞായറാഴ്ച മുതലേ വ്രതം എടുത്ത് മത്സ്യ മാംസാദികളൊന്നും ഉപയോഗിക്കാതെ ശരീരവും മനസ്സും ശുദ്ധമാക്കി ശിവനെ നന്നായി പ്രാർത്ഥിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉമാമഹേശ്വര സ്തുതികൾ, ഒരുപാട് സ്തുതികളുണ്ട് ഉമാമഹേശ്വരന്മാരുടെ. ഉമാമഹേശ്വര സ്തുതികളും ശിവസ്തുതികളും പാർവതീദേവിയുടെ സ്തുതികളും ഒക്കെ നമ്മൾ ജപിച്ചാൽ സാമാന്യേനയുള്ള ഗ്രഹദോഷങ്ങൾ മാറിക്കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹത്തിന് എന്താണ് തടസ്സമെന്ന് പൂർണ്ണമായിട്ട് ഉത്തമനായ ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ അടുക്കൽ നിന്നും കവടി നോക്കി അതിൽ കാണുന്നതായിട്ടുള്ള പരിഹാര സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്ത് പൂജാതി വിഷയങ്ങളും ഹോമങ്ങളും ഒക്കെ കഴിച്ചാൽ, ഞാനിപ്പം പൂജയും ഹോമം എന്ന് പറയുന്നത് നമ്മുടെ യഥാശക്തി രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു ശക്തിമത്തായിട്ടുള്ള രീതിയിൽ, അല്ല കോടികളിൽ ലക്ഷങ്ങളുടെ ഒന്നുമല്ല. പല ആൾക്കാർ ഉണ്ട് ഇഷ്ടം പോലെ യന്ത്രങ്ങളും ഒക്കെ വരുത്തി. തമിഴ്നാട് യന്ത്രം, പാണ്ഡ്യന്ത്രം എന്നാണ് പറയുന്നത്. അത് കുറച്ച് ചെല്ലുമ്പോഴത്തേക്ക് പ്ലേറ്റിൽ, ജ്യോത്സ്യൻ്റെ മുമ്പിലെ പ്ലേറ്റിൽ ഇങ്ങനെ കാണും 10-20 എണ്ണം, അല്ലെ 10-100 എണ്ണം കാണും. എന്നിട്ട് പറയാം അവത്തിലെ ഒരെണ്ണം ദാ സാമ്പത്തികമില്ല എങ്കിൽ, പൂജ ചെയ്യാൻ സാമ്പത്തികമില്ല എങ്കിൽ ഇതിലെ ഒരെണ്ണം യന്ത്രം ധരിച്ചോളൂ, ഓരോ മാസം കുറേശ്ശെ പൈസ തന്നാൽ മതി, എല്ലാം കൂടെ 1.5 ലക്ഷം ആകുമ്പോൾ ഞാൻ പൂജ. ഇത് കെട്ടിയാലുടൻ ധനം വന്നു ചേരും പൂജയ്ക്കുള്ള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പേരില്ല, നാളില്ല, പൂജയില്ല, ഒന്നുമില്ല. വെറുതെ ഒരു യന്ത്രം എഴുതി കൈ തന്നു കഴിഞ്ഞാൽ ഉടനെ ധനം ഉണ്ടാകും. ഇതൊരു വിട്ടിത്തല്ലേ? നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കല്ലേ. 5000 ഇരിക്കട്ടെ, അല്ലെ 4500 ഇരിക്കട്ടെ, 3000 ഇരിക്കട്ടെ, കാണാനും 5000 എന്ന് പറഞ്ഞ പോലെ. അത് ഞാൻ പറഞ്ഞല്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പൂജാ വിഷയമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കർമ്മിയെ കൊണ്ട് ഉത്തമനായിട്ടുള്ള സാമ്പത്തികം നോക്കാതെ ഒരു കുട്ടിയുടെ വിവാഹം, ഒരു പുരുഷന്റെ അല്ല സ്ത്രീയുടെ വിവാഹം അവരുടെ യഥാശക്തിക്കൊത്ത് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്, ചെയ്യുന്ന ആൾക്കും ഉത്തമമാണ്. ഒരു കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണ്, അല്ലേ? ധനത്തിന് വേണ്ടി മാത്രവും പൂജയ്ക്ക് പിരിവ് നടത്തുക, ഹോൾസെയിൽ പൂജ നടത്തുന്നവരുടെ അടുക്കലൊന്നുമല്ല പോകേണ്ടി. നല്ലൊരു ജ്യോത്സ്യനെ, അറിവുള്ള ഒരു ജ്യോത്സ്യനെ കാണുക, കണ്ട് സ്വയംവര സംബന്ധമായിട്ടുള്ള പൂജാതി ഹോമം കഴിക്കാനുള്ള സാധനം വാങ്ങിക്കൊടുത്ത് അദ്ദേഹത്തിന് നല്ലൊരു ദക്ഷിണയും കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് പൂജ ചെയ്തു തരും. നന്മയുള്ള ഒരു ജ്യോത്സ്യനാണെങ്കിൽ. ഇതിനിരിക്കുന്ന ജ്യോത്സ്യനാണെങ്കിൽ നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജ്യോത്സ്യനെ തേടി പിടിച്ച് അങ്ങനെ ചെയ്യണം.
കള്ളനാണയങ്ങൾ എടുക്കൽ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കള്ളനാണയങ്ങൾ ഇപ്പോൾ ജ്യോതിഷ പല കാര്യങ്ങളും ഇറക്കുന്നുണ്ട്, സംശയമില്ലാത്തൊരു ഓൺലൈൻ പരിപാടികൾ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ജ്യോതിഷം ദൈവദത്തമായിട്ടുള്ളൊരു കണക്കും ദൈവദത്തമായിട്ടുള്ളൊരു ശാസ്ത്രവുമാണ്. അതിന് 6 അംഗങ്ങളുണ്ട്. നിമിത്തം, മുഹൂർത്തം, പൊരുത്തം, പ്രശ്നം, ഇങ്ങനെയൊക്കെയാണ്. നിമിത്തങ്ങളും കാര്യങ്ങളും കവടി വെച്ച് നോക്കി ഈശ്വരനെ വിളിച്ച് രാശിയെടുത്ത് അന്നേരം കാണുന്ന നിമിത്തം കൂടെ ഉൾപ്പെടുത്തിയാണ് ഒരു ദൈവജ്ഞൻ്റെ അടുക്ക്, ഒരു ജ്യോത്സ്യൻ്റെ അടുക്ക് ആഗതമായിരിക്കുന്നതായിട്ടുള്ള പ്രേക്ഷകൻ അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഈശ്വരാധീനം എന്ന് പറയുന്നത്. അത് ദൈവദത്തമായ ഒരു കണക്കാണ്. ഇതാണ് നന്മയുള്ള ജ്യോത്സ്യന്മാർ പറയുന്നത്. നന്മ വരണമെന്നും പറഞ്ഞാണ് ചെയ്യുക. ധനം വരണമെന്ന് ആരും ചെയ്യാറില്ല. ഫലം ഉണ്ടാവണം. പിന്നെ എല്ലാത്തിനും ഫലം ഉണ്ടാവുമെന്നും പറയാനും പറ്റില്ല. കർമ്മം ചെയ്യുക, കർമ്മഫലം തരുന്നത് ഈശ്വര ലക്ഷ്യമാണ്, അല്ലേ? എങ്കിൽ തന്നെ ഏതൊരു പൂജ ചെയ്തെന്ന് പറഞ്ഞാൽ നന്മയായിട്ട് ചെയ്യുന്ന പൂജയാണെങ്കിൽ ഒരു 50% ഫലം ഉണ്ടാക്കി തന്നിരിക്കും. ഒരു വഴി മാത്രമേ ജ്യോതിഷന് കാണിക്കാൻ പറ്റുള്ളൂ. ഒരു വഴി. ബാക്കി നടന്ന് നീങ്ങേണ്ടത് നിങ്ങളുടെ കടമ കൂടാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മംഗല്യ തടസ്സം ഉണ്ടെങ്കിലും, യോഗമുണ്ടെങ്കിൽ, 4 വർഷം കഴിഞ്ഞ് അല്ലെ 5 വർഷം, 36, 37 വയസ്സിന് നോക്കി കഴിയുമ്പോൾ ഇനി 4 വർഷം കൂടി ഇങ്ങനെ പൂജ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തുടങ്ങി നടക്കുന്നതാണോ ഇല്ലയോ. ഇല്ലെങ്കിൽ ഇന്ന പരിഹാരങ്ങൾ, അടുത്തടുത്ത പരിഹാരങ്ങൾ ചെയ്യുക. എന്തായാലും ഈശ്വരാധീനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ, ഏത് പൂജ ചെയ്താലും അതിനൊക്കെ ഒരു ക്ഷമയും, ഒരു കവടി വെച്ച് നോക്കുന്നതിലും ഒരു ക്ഷമ വേണം. കൂടി അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് സമയമില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് തുണി അലക്കാനുണ്ട്, ഞാൻ അങ്ങനെ വന്നതാണ് ഇങ്ങനെ വന്നതാണെങ്കിലല്ല. ഒരു ജ്യോതിഷൻ്റെ അടുക്ക പോകുമ്പോൾ അതിൻ്റെ ചിട്ടവട്ടം അനുസരിച്ച് ചെന്നിട്ട് വേണം കവടി വയ്ക്കാനായിട്ട്. ധൃതിയുള്ളവർ പോകരുത്. അതനുസരിച്ച് വേണം ചെല്ലാനായിട്ട്. ഇങ്ങനെയൊക്കെ സ്വയംവരമൊക്കെ ചെയ്ത് ആ തടസ്സങ്ങളുടെ, ഞാൻ പറഞ്ഞ രവി, കുജൻ, ഇതൊക്കെ നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ മാറ്റി അങ്ങോട്ട് കളഞ്ഞാൽ നല്ല ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള, അതിനർഹിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമാർഗത്തിലുള്ള വരനെയോ വധുവിനെയോ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഈ എളിയ മനുഷ്യൻ്റെ ഈ എളിയ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീയവുമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.